ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യെല്ലോ മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വാഴ നമ്മുടെ വീട്ടിലുണ്ട്, വാഴപ്പിണ്ടി നമ്മുടെ വീട്ടിലുണ്ട്. ഈ വാഴപ്പിണ്ടി ഉപയോഗിച്ച് പ്രകൃതി ഭക്ഷണത്തിൻ്റെയും ചികിത്സയുടെയും ഭാഗമായ വാഴപ്പിണ്ടി ജ്യൂസും നമുക്കുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വാഴപ്പിണ്ടി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വാഴപ്പിണ്ടി അഥവാ ഉണ്ണിപ്പിണ്ടി വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നാരു നീക്കി ക്രഷറിൽ ചതച്ചെടുത്താണ് ജ്യൂസ് തയ്യാറാക്കുന്നത്. ഉണ്ണിപ്പിണ്ടി നന്നായി അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ജ്യൂസിലെ കറ അടിയുന്നതിനായി ലിറ്ററിന് 4 ഗ്രാം എന്ന തോതിൽ സിട്രിക് ആസിഡ് ചേർക്കണം. കേടുവരാതിരിക്കാൻ ലിറ്ററിന് 250 മില്ലിഗ്രാം എന്ന തോതിൽ പൊട്ടാസ്യം മെറ്റാബി സൾഫൈഡും ചേർക്കും. ഒരു രാത്രി കഴിയുമ്പോൾ കറ അടിഞ്ഞു കിട്ടുന്ന ജ്യൂസാണ് ഉപയോഗിക്കുന്നത്. 350 ഗ്രാം പഞ്ചസാരയും 250 മില്ലിലിറ്റർ വെള്ളവും ചേർത്ത് തയ്യാറാക്കിയ ലായനി 400 മില്ലിലിറ്റർ വാഴപ്പിണ്ടി ജ്യൂസിൽ കലർത്തും. അതിലേക്ക് 15 മില്ലിലിറ്റർ ഇഞ്ചി നീരും ചേർത്തതാണ് മധുരമുള്ള വാഴപ്പിണ്ടി ഇഞ്ചി ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ 3 മാസം വരെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. പാളയംകോടൻ ഇനം മധുരമുള്ള വാഴപ്പിണ്ടി ഇഞ്ചി ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണെന്ന് വാഴഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.